ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വിഷുഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ദിവസം വിഷു സംക്രമം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷുഫലം, ഈ വിഷു മുതൽ അടുത്ത മേടമാസം വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ദിവസം 1201 ആണ്ട് മേടം 1 രാവിലെ 9:38 അതായത് ഉദയാൽപരം 8 നാഴിക 8 വിനാഴിക ഈ സമയത്താണ് മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. വിഷു സംക്രമം. ഈ സംക്രമം നടക്കുന്ന സമയത്ത് ചതയ നക്ഷത്രത്തിന്റെ 3-ാം പാദമാണ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ വിഷുഫലമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് വരാൻ പോകുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ളവർക്ക് പ്രതീക്ഷിക്കാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുകയും ഔദ്യോഗികപരമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് വരാൻ പോകുന്നത്. കുടുംബദേവിയുടെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉത്തമമാണ്. ദേവി സംബന്ധമായിട്ടുള്ള കടാക്ഷം പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ല സമയമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ട സമയമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് പണിയുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാകാനുള്ള സമയമാണ് വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള സമയമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങൾ കൊടുത്തവർക്കും ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റുകൾ കൊടുത്തവർക്കും പ്രതീക്ഷിക്കാതെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള അപ്രൂവൽസ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള സമയമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല ദൈവാധീനമുള്ള സമയമാകും. ഈ സമയത്ത് തടസ്സങ്ങൾ മാറ്റി, പ്രത്യേകിച്ച് വിഘ്നേശ്വര പ്രീതിയോടുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിലും കുടുംബക്ഷേത്രത്തിൽ തക്കതായ വഴിപാടുകൾ ചെയ്ത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറ്റിയ സമയമാകും. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ദമ്പതികൾക്കിടയിൽ ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട്. സംസാരത്തിലുള്ള പാളിച്ചകൾ, സംസാര നിമിത്തമുള്ള വഴക്കുകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ചൈതന്യമുള്ള സമയമാണ്. നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുടുംബത്ത് കാവ് വെച്ചാരാധന കാര്യങ്ങളൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ രാശി ചിന്ത ചെയ്തുകൊണ്ട് പരിഹാരം ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് അങ്ങനെ പെൻഡിങ് ഉള്ള ഫണ്ട് കാര്യങ്ങൾ, ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് സംബന്ധമായിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനും നഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിനെ തിരിച്ച് കിട്ടാനുള്ള ഭാഗ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്.
ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശം, അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, അതുപോലെ തന്നെ നയന സംബന്ധമായിട്ടുള്ള ക്ലേശം, മുടി പൊഴിച്ചിലിനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കും. ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ബാക്കി കാര്യങ്ങൾ അനുകൂലമായിരിക്കും. അതുപോലെ നിങ്ങളുടെ പഴയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഇനി അങ്ങോട്ട് ഇടയ്ക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. പഴയ മിത്രങ്ങളെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാവും. അതുപോലെ വീട് പണിയാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുമുള്ള ദൈവാധീനമുള്ള സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും, അതുപോലെ വിദേശത്തേക്ക് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും, വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാവും. വിവാഹപരമായി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് വരാൻ പോകുന്നത്. ഒരുപാട് നാളായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെയുള്ള വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല പ്രപ്പോസൽസ് എത്തിപ്പെടാനുള്ള ഭാഗ്യവും കിട്ടുന്നതാണ്. ഇത്രയുമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഫലം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മകയിരം നക്ഷത്രക്കാര്. മകയിര നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ് പറയാൻ പോകുന്നത്. മകയിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാണിക്കുന്നത്. ചെറിയ തടസ്സങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുമെങ്കിലും അതിനുശേഷം തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജൂൺ ജൂലൈ മാസം വരെ ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കും. അതിനുശേഷം ആ തടസ്സം നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അതിനുശേഷം തീർച്ചയായിട്ടും നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായിട്ടും മകയിര നക്ഷത്രക്കാർക്ക് മാറിക്കിട്ടുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോവുകയാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. ജോലിയിലുള്ള ഉന്നമനം നേടിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. ഭാഗ്യപരമായിട്ടുള്ള സ്ഥാനം നേടിയെടുക്കാനും നിങ്ങൾക്ക് സഹായകരമായി തീരുന്നതാണ്. ശ്രീകൃഷ്ണ മന്ത്രം: തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചു വെച്ചും, തൃക്കയിൽ കാഞ്ചൻ ഓടക്കുഴലും അധ പിടിച്ചൂതി മന്ദഹസിച്ചും, തക്കത്തിൽ പീലിചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ, നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേൻ. ശ്രീകൃഷ്ണ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും, വഴിപാടുകൾ, തക്കതായിട്ടുള്ള വഴിപാടുകൾ, തൃക്കൈ വെണ്ണ, പാൽപ്പായസ വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും, അതുപോലെ പിതൃസംബന്ധമായിട്ടുള്ള പ്രീതിയോടുകൂടി മുൻപോട്ട് പോകേണ്ടതും വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ പിതൃപൂജ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. മകയിരം നക്ഷത്രക്കാര് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഉന്നമനം നേടിയെടുക്കാൻ പറ്റിയ, നിങ്ങൾ വിചാരിച്ച ശ്രേണികളിലേക്ക് എത്തിപ്പെടാനുള്ള ദൈവാധീനമുള്ള സമയമാണ് മകയിര നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നത്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം തുടക്കത്തിൽ, അതിനുശേഷം അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുക. സ്വയംവര അർച്ചന ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ചെയ്യുന്നതും ശിവപഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പാർവതി ക്ഷേത്രത്തില് മഞ്ഞൾപ്പറ വഴിപാട് നടത്തുന്നതും വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാനും സഹായകരമാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകയിര നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള സമയം, അതിനുള്ള ദൈവാധീനമുള്ള സമയമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ വളരെ സ്നേഹവും സമാധാനപരമായിട്ട് പോകാൻ പറ്റിയ സമയമായും വരാൻ പോകുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കലഹങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം മകയിര നക്ഷത്രക്കാർക്ക് മാറിക്കിട്ടുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. മാതാവിന്റെ ആരോഗ്യം കൂടി ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു പ്ലാനിങ്ങോട് കൂടി മുൻപോട്ട് പോവുക, ഇല്ലെങ്കിൽ പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മകയിരം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതായിരിക്കും. ഇത്രയാണ് മകയിര നക്ഷത്രക്കാരുടെ ഫലം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ള ആ ഒരു
പെർഫോമൻസ് ലെവൽ അറ്റൈൻ ചെയ്യാനും ആ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടെ സെറ്റിൽ ആകാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തവർക്കും ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനമാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുമെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. കുടുംബദേവിയെ പ്രാർത്ഥിച്ചും ഹനുമാൻ ചാലിസ ജപിച്ചും മുൻപോട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം, അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാസിന്ധു മത് കാര്യം സാധ്യ പ്രഭു, ഈ മന്ത്രം ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സം തീർച്ചയായിട്ടും മാറി നിങ്ങൾ വിചാരിച്ച മേഖലകളിൽ എത്തിച്ചേരാനുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാര് കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത ദമ്പതികൾക്കിടയിൽ ഉണ്ടാകും. സൗന്ദര്യ കലഹം ഉണ്ടാകാനുള്ള സാധ്യത, വാക്ക് തർക്കം കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. കൂടുതലായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള യാത്രയ്ക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യത, ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതയും തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി അങ്ങനെ ഉണ്ടാകുന്ന അലർജി റിലേറ്റഡ് കാര്യങ്ങളും തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവ പഞ്ചാക്ഷരം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുന്നതും ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, തിരുവാതിര നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദൈവാധീനം അനുകൂലമായി തീരുന്നതാണ്. അവര് കുടുംബദേവിയെയും പ്രാർത്ഥിച്ച് അതുപോലെ സരസ്വതി ദേവിയെ ഓം ഐം സരസ്വതിയെ നമഃ മന്ത്രം ജപിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും, ഹനുമാൻ ചാലിസ ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തിച്ചേരാനും സഹായകരമാകുന്ന സമയമാണ് വരാൻ പോകുന്നത്. കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. സംസാരത്തിൽ മിതത്വ ഭാവം അത്യാവശ്യമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാകും വരാൻ പോകുന്നത്. ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ആയി കിട്ടുന്നതാണ്. കസ്റ്റമേഴ്സ് സംബന്ധമായിട്ടുള്ള പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, അങ്ങനെ കസ്റ്റമർ ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് കാണിക്കുക. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള വാക്കുതർക്കങ്ങൾ, അതുപോലെ മാതാവിന്റെ ബന്ധുക്കൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സാഫല്യത്തിനുള്ള സമയവും, അതുപോലെ തന്നെ വീട് പണിയുന്നവർക്കും അങ്ങനെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്കും അങ്ങനെയും ആഗ്രഹ സാഫല്യത്തിനുള്ള സമയവും അതിനുള്ള ദൈവാധീനവും തീർച്ചയായിട്ടും കിട്ടുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. ഇത്രയുമാണ് രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാരുടെ. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയമാകും വരാൻ പോവുക. ഇത്രയുമാണ് രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാരുടെ വിഷു സംബന്ധമായിട്ടുള്ള നക്ഷത്ര ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച്, പ്യൂർലി ആസ്ട്രോളജി റിലേറ്റഡ്, അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള അതും പ്രതിപാദിക്കുന്ന ഒരു ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.